സ്റ്റീവ് എങ്ങോട്ട് പോണ്? നമ്മള് കാഞ്ചിട്ട് കാണാൻ പോവാ. കാഞ്ചിട്ട് ഇന്നലെ ഫോണ് വെച്ചപ്പോ ഇങ്ങനെല്ലാം കാണിച്ചു. നമ്മൾ കൊണ്ടുവരാൻ പോവാണോ? കാണാൻ പോവാണോ? ഓക്കേ. ഹലോ ഗൈസ്, അപ്പം നമ്മുടെ ഇന്നത്തെ യാത്ര അവസാനിക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ ഏകദേശം 2 വർഷത്തോളം സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന ഒരു കാര്യം കൂടി നമുക്ക് നടന്ന് കിട്ടാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ സ്വപ്നം കാണുമ്പോൾ ഒരാൾ കൂടി ഉണ്ടായിരുന്നു, എൻ്റെ അമ്മ. പുള്ളിക്കാരി ഒന്നും ജീവിച്ചിരിപ്പില്ല. ഈ 2 വർഷത്തിനിടയ്ക്ക് നമ്മൾ വിചാരിതമായി വിട്ടിട്ട് പോയാലും പുള്ളിക്കാരി ഇപ്പോൾ മുകളിൽ ഇരുന്നതൊക്കെ കണ്ടിട്ട് സന്തോഷിക്കുന്നുണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. സംഭവം അൺഎക്സ്പെക്റ്റഡ് യാത്ര ആയതുകൊണ്ട് തന്നെ സിറ്റിംഗ് അറേഞ്ച്മെന്റ് ഒക്കെ സൂപ്പർ ആയിരുന്നു. പിന്നെ ഇവിടുത്തെ ട്രെയിനുകളുടെ കാര്യം ആയതുകൊണ്ട് നിങ്ങൾക്ക് അറിയാലോ, നല്ല ക്ലീൻ ആൻഡ് ടൈഡി ആണ്. സോ യാത്ര കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ സ്റ്റിൽസ് കാണുമ്പോൾ ഏകദേശം കാര്യങ്ങൾക്ക് പിടികിട്ടിയല്ലോ. നമ്മൾ വന്നിരിക്കുന്നത് ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ടിലേക്കാണ്. എന്തിനാണ്? നമ്മുടെ ഒരു ഫാമിലി മെമ്പർ ഇന്ന് വരികയാണ്. ഇപ്പോൾ പുള്ളിക്കാരനെ റിസീവ് ചെയ്യാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈ കഷ്ടപ്പാടൊക്കെ സഹിച്ച് വന്നതിന് പിന്നിൽ വേറൊരു ലക്ഷ്യം കൂടി ഉണ്ട് കേട്ടോ. ഇതാ വരുന്നതാണ് കക്ഷി. അപ്പോൾ ഇങ്ങരുടെ ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ് ആയതുകൊണ്ട് തന്നെ നമ്മളൊന്ന് കുറച്ച് അകലെ നിന്ന് ഷൂട്ട് ചെയ്യാൻ നമ്മൾ വിചാരിച്ചു. കാരണം ഒരു എക്സൈറ്റ്മെന്റും കഷ്ടപ്പെട്ട് അവിടെ പഠിച്ച് ജയിച്ച് വന്നതിൻ്റെ സന്തോഷമൊക്കെ നമുക്ക് നിന്ന് കാണുമ്പോൾ ഒരു സന്തോഷം, അതും ഒരു വേറെ ലെവലാണല്ലോ. അപ്പോൾ ആ സന്തോഷം മാത്രമല്ല നമ്മുടെ സന്തോഷം, കാരണം ആ വരുന്ന ആളുടെ കയ്യിൽ റോസ് പെട്ടിയുണ്ട്. ആ പെട്ടിയാണ് ഹോനായുടെ പെട്ടിയാണ് നമ്മുടെ ലക്ഷ്യം. കാരണം ആ പെട്ടിയുള്ളിൽ നമുക്ക് നാട്ടിൽ നിന്ന് നമ്മുടെ വേണ്ടപ്പെട്ടവർ കൊടുത്തിട്ടുള്ള കുറച്ച് സ്നേഹപൊതികളുണ്ടെന്നേ. അത് വാങ്ങിക്കാനാണ് നമ്മൾ 4 മണിക്കൂർ വെയിറ്റിംഗ് ഒക്കെ സഹിച്ച് ഇവിടെ നിന്നത്. സംഭവം വന്നുടനെ നമ്മളെ പെട്ടി അങ്ങോട്ട് കൈമാറി. പെട്ടിയുള്ള സാധനങ്ങളൊക്കെ അങ്ങോട്ട് അടിച്ചു മാറി നമ്മുടെ ബാഗിലേക്ക് ആക്കി. നമ്മൾ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിരുന്നത് അങ്ങോട്ട് തിരിച്ചും കൊടുത്തു. എന്നിട്ട് കുറച്ച് സ്റ്റിൽസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അവളെ പറഞ്ഞു വിട്ടതിന് പിന്നിൽ അടുത്ത ലക്ഷ്യമുണ്ട്. കാരണം നമ്മൾ എത്തിക്കുന്നത് ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ടിലാണല്ലോ. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇഷ്ടംമാതിരി ഇന്ന റെസ്റ്റോറൻറ്റുകളും. എങ്ങനെ നമ്മളത് കണ്ടില്ല എന്നടിച്ച് ഇങ്ങോട്ട് തിരിച്ച് വീട്ടിലേക്ക് കയറി പോരും. സോ നമ്മുടെ വയറും നിറച്ച് വീട്ടിലേക്ക് കുറച്ച് പാഴ്സലും വാങ്ങിച്ചിട്ടാണ് നമ്മൾ യാത്ര തിരിച്ചത്. അപ്പോൾ ഇന്ന് ഇത്രയ്ക്കുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണാം. ബൈ ബൈ.